പി വി അൻവറിന്റെ കാര്യത്തിൽ കടുത്ത നടപടികളിലേക്ക് സർക്കാർ നീങ്ങുന്നു എന്നതിന്റെ ചില സൂചനകൾ വരുന്നു. അൻവറിന്റെ ആലുവ ഇടത്തലയിലെ അനധികൃത കെട്ടിടം പൊളിക്കാൻ സർക്കാർ ഉറച്ചു നിൽക്കുകയാണ് എന്നാണ് നമ്മുടെ ബ്യൂറോ നൽകുന്ന വിവരം. കെട്ടിടം അനധികൃതമാണെന്ന് കോടതി റിപ്പോർട്ട് നൽകാൻ ഇടത്തല പഞ്ചായത്ത് സെക്രട്ടറിക്ക് സർക്കാരിൻ്റെ നിർദ്ദേശം വന്നു കഴിഞ്ഞു എന്ന വിവരമുണ്ട്. ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ഗുഡ് മോർണിംഗ് ശ്യാംകുമാർ. എന്തായാലും പി വി അൻവറിനോട് അല്ലേ കലിപ്പ് കാണിക്കും അല്ലേ? കാര്യം നിയമവിരുദ്ധമാണെങ്കിൽ പൊളിച്ചു നീക്കുക തന്നെ ചെയ്യും. പറയും. എസ് കെ ഇതിൽ സർക്കാരിൻ്റെ ഇഷ്ടക്കേടിനപ്പുറത്തേക്ക് നിയമവിരുദ്ധമായ ഒരു നിർമ്മാണം നടന്നുവെന്ന് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് നേവി തന്നെയാണ്. അന്ന് നേവി ഇടത്തല പഞ്ചായത്തിനോട് പലതവണ ഈ കെട്ടിടം പൊളിച്ചു നീക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അന്ന് പി വി അൻവർ ഭരണപക്ഷ MLA ആയിരുന്നു. അതുകൊണ്ട് തന്നെ MLAയുടെ അനധികൃത നിർമ്മാണം പൊളിച്ചു നീക്കണമെന്ന എതിർ സത്യവാങ്മൂലം കോടതിയിൽ നൽകാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് തയ്യാറായില്ല. പലതവണ കേസ് കോടതി പരിഗണിച്ചപ്പോഴും സർക്കാർ ഒളിച്ചു കളിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ അൻവർ സർക്കാരിൻ്റെ എതിർചേരിയിലായതോടെയാണ് പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർക്കും ഇടത്തല പഞ്ചായത്ത് സെക്രട്ടറിക്കും സർക്കാരിൻ്റെ അടിയന്തര നിർദ്ദേശം വന്നിരിക്കുന്നത്. അൻവറിൻ്റെ കെട്ടിടം നേവൽ ആം ഡിപ്പോയുടെ സമീപത്തുള്ള കെട്ടിടം അനധികൃതമാണ്, അത് പൊളിച്ചു നീക്കണമെന്നുള്ള റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കാം എന്നുള്ളതാണ് നിർദ്ദേശം. നാളെ ഈ കേസ് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. വർഷങ്ങളായി വിവരാവകാശ പ്രവർത്തകർ അൻവറിൻ്റെ ഈ കെട്ടിടം അനധികൃതമാണ്, അത് നിയമവിരുദ്ധമാണ് എന്ന് കാട്ടി കോടതിയെ കേസുമായി സമീപിച്ചിരിക്കുകയായിരുന്നു. ആ കേസിലാണ് ഇപ്പോൾ സർക്കാരും അൻവറിനെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും നാളെ കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ എന്ത് നിലപാട്, സർക്കാർ ഇങ്ങനെ കെട്ടിടം പൊളിക്കണമെന്നൊരു നിലപാട് കൂടി പറയുമ്പോൾ കോടതി അതിൽ എന്ത് പരാമർശം അല്ലെങ്കിൽ ഉത്തരവ് ഉണ്ടാകുമെന്നുള്ളത് ശ്രദ്ധേയമാണ്. ഏതായാലും അൻവറിനെതിരായ നടപടികൾ സർക്കാർ കൂടുതൽ കടുപ്പിക്കുന്നു. ഒരുപിടി കേസുകളുണ്ട് അൻവറിനെതിരെ, അതിൽ സർക്കാർ കൂടുതൽ നിലപാടുകൾ കടുപ്പിക്കുന്നു എന്നുള്ളൊരു സൂചനയാണ് ആലുവയിലെ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. ഓക്കെ, താങ്ക് യു.